ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വന്നേക്കുന്നത് GT Sandersൻ്റെ RTX ഗ്രാഫിക്സ് മോഡ് ആയിട്ടാണ് ഗൈസ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ഡിവൈസും സപ്പോർട്ടാകുന്ന ഗ്രാഫിക്സ് മോഡിൻ്റെ മീഡിയ ഫയറിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള അടുത്ത ഗൈഡ്, അതായത് ഇപ്പോൾ ഇട്ടേക്കുന്ന RTX ഗ്രാഫിക്സ് മോഡ് ലോ എൻഡ് ഡിവൈസിന് വേണ്ടിയിട്ടും ഹൈ എൻഡ് ഡിവൈസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഗൈഡ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ തന്നിക്കുന്ന ഗ്രാഫിക്സ് മോഡിന് മീഡിയം റേഞ്ച് ഗ്രാഫിക്സാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ എൻഡും ഹൈ എൻഡും അത്യാവശ്യം നല്ല പെർഫോമൻസ് കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ അടുത്ത വീഡിയോയിൽ ഒപ്റ്റിമൈസേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഫോണിലല്ല, എൻ്റെ ഫോണിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അതായത് ഇപ്പം ഈ ഗ്രാഫിക്സ് മോഡ് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഏറ്റവും ഞാൻ പറയുന്നത് കോമ്പാറ്റബിളായിട്ട് ഉപയോഗിക്കാൻ നല്ലോണം പറ്റിയ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുള്ള ഡിവൈസ് ആയിരിക്കും. കാരണം അതിൽ ഇത് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഈ GPU വെച്ചിട്ട് റീനെയിം ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ അഡ്രൈനോ പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഒറ്റ കാര്യം നോക്കി, നിങ്ങൾ അഡ്രൈനോ ആണോ അല്ലയോ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ അത് എന്തായാലും അഡ്രൈനോ ആയിരിക്കും, അതായത് DXT ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. പക്ഷേ MediaTekൻ്റെ ഒക്കെ പ്രോസസ്സാണെങ്കിൽ മാലിയും പിന്നെ പവർ വിയറൊക്കെ വരിക, അപ്പോൾ ETCന്നും PVRന്നും അടിച്ചാൽ മതി. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഇതിപ്പോൾ എൻ്റെ ഒരു MediaTekൻ്റെ 700 ചിപ്സെറ്റുള്ളൊരു ഡിവൈസാണ് ഗൈസ്, പോക്കോൻ്റെ. ഫസ്റ്റ് ZR0 ഓപ്പൺ ചെയ്യാം. നമുക്ക് ഫയൽ അതുണ്ടാവും, ആ ഫയൽ ഡൗൺലോഡ് എടുക്കുക. അതായത് കേസ് ആ ഫയൽ GTA RTX ഗ്രാഫിക്സ് മോഡ് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ആയിക്കോളും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ ഗ്രാഫിക്സ് മോഡ് പ്രത്യേകത ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്, ഇത് ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുന്ന ഒരു മീഡിയം റേഞ്ച് ഡിവൈസിന് വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്സ് ആയിരിക്കും സെറ്റാക്കിയിട്ടുള്ളത്. ഇതിന് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കുറേ ഗൈഡ്, ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, അതായത് ലോ എൻഡ് ഡിവൈസിനും ഹൈ എൻഡ് ഡിവൈസിനും വേണ്ടി എങ്ങനെ ഗ്രാഫിക്സ് സെറ്റ് ചെയ്യുക എന്നുള്ള അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അതിന് കുറേ സെറ്റിങ്സ് ഉണ്ട്, അത് കണ്ടില്ലേ, ഒപ്റ്റിമൈസേഷൻ ഗൈഡ് കൊണ്ടത് ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഇത് രണ്ടൊക്കെ ഇതൊക്കെ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഈ മോഡ് വർക്ക് ആവണമെങ്കിൽ മിനിമം നിങ്ങൾക്കൊരു 4GB റാമുള്ള ഡിവൈസിങ് വേണം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 5 സാധനം കിട്ടും. അടിയിക്കുള്ള ഈ 2 സാധനങ്ങൾ ഞാൻ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ 2 സാധനം ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറയാം, ഫസ്റ്റ് നിങ്ങൾ ഈ APK ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് APK പറഞ്ഞ ഫോൾഡർ പോയി ഇവിടെ ഉണ്ടാവും, GTൻ്റെ AML പറഞ്ഞ APK, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ഒരു ബട്ടൺ ഉണ്ടാവും, അത് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ട് ചോദിക്കും, ഇൻസ്റ്റാൾ കൊടുക്കുക. GTA SA+AML പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചോദിക്കും അൺസേഫ് ആപ്പ് ബ്ലോക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ മോർ ഡീറ്റെയിൽസ് ഒരു സാധനം കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇൻസ്റ്റാൾ എനിവി കൊടുക്കുക. നിങ്ങൾ ഫോണിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ പാസ്വേഡ് ചെയ്യുന്ന സ്ഥാനത്തിന് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ആപ്പിൻ്റെ വേർഷൻ കമ്പാക്റ്റബിൾ അല്ല പറയുക, അതൊക്കെ ഓക്കെ എടുക്കുക, വീണ്ടും ഓക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കും പെർമിഷൻ ഫയൽ ആക്സസ് ചോദിക്കും, അത് ഓക്കെ എടുക്കുക. ഇങ്ങനെ എല്ലാതും അലോ ഇങ്ങനെ കൊടുത്ത് വിടുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവും, കുറച്ച് ടൈം എടുക്കും. പിന്നെ കാര്യം പറഞ്ഞ കഴിച്ച് ഇത് നമ്മുടെ സാധാ ഒറിജിനൽ GT Sanders അല്ല. കാരണം ഒറിജിനൽ GT Sanders പറഞ്ഞത് ഡാറ്റയിലുള്ള, ആൻഡ്രോയിഡിൻ്റെ ഉള്ളിൽ ഡാറ്റയിലാണ് ഫയൽസ് പ്ലേസ് ചെയ്യുക. പക്ഷേ ഇതിനാണ് ആൻഡ്രോയിഡ് അൺപ്രൊട്ടക്റ്റഡ് കുറച്ച് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധിക്കുക ഓഫ്ലൈൻ ബട്ടൺ അടിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷോട് വെറും ബ്ലാക്ക് സ്ക്രീൻ മാത്രമാണ്, അതായത് നമുക്ക് ഇനി ഡാറ്റ ആഡ് ചെയ്യണം ഇതിലേക്കുള്ള. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തിട്ട് റീസെൻ്റ് ആപ്സിൽ നിന്ന് കളയുക. എന്നിട്ട് വീണ്ടും ZR വരിക. എന്നിട്ട് നമ്മളിവിടെ നിന്ന് APK ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഡാറ്റ ഒരു ഫോൾഡർ ഉണ്ട്, ഇവിടെ ഡാറ്റ ഒരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഈ com.rockstar games അത് ഓൺ ആക്കുക. എന്നിട്ട് അതിൽ ഫയൽസ് ഒരു സാധനം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഈ TXDB ഒരു സാധനം ഉണ്ട്, TXDB അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ ഈ GTA 3, GTA INT, TXD ഈ 3 സാധനങ്ങളിലുള്ളിലും മറ്റേ പറഞ്ഞ പോലെ തന്നെ GPU നമ്മുടെ ഫോണിനനുസരിച്ചുള്ള GPUവിനനുസരിച്ച് അവിടെ റീനെയിം ചെയ്യേണ്ടത് കാണിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ GTA 3 ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് അവിടെ കണ്ടില്ല റീനെയിം പറഞ്ഞ സാധനം, അത് നിങ്ങൾ ഈ 3 എണ്ണത്തിൽ ഓരോന്ന് ഞെക്കി അമർത്തി പിടിക്കുക. അപ്പോൾ ഉണ്ടാവും താഴെ ഡിലീറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ റീനെയിം എന്നുണ്ടാവും. അത് ക്ലിക്ക് എന്നിട്ട് അവിടെ നിന്ന് ആ റീനെയിം പറഞ്ഞ പോർഷൻ മാത്രം, ആ ഡോട്ടൊന്നും കളയരുത് കേട്ടോ, ഡോട്ടൊന്നും മാറ്റാണ്ട് അതിനുള്ളിൽ മാത്രം കൊടുക്കുക. അതായത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഞാൻ CPU Z പറഞ്ഞ ആപ്പ് വെച്ച് വേണം നിങ്ങളിത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ GPU റെൻഡർ ഏതാ നോക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, CPU Z പറഞ്ഞ ആപ്പ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൻ്റെ ഫുൾ ഇൻഫർമേഷൻ കാണിച്ചു തരുന്ന അങ്ങനത്തെ ടൈപ്പ് ആപ്പാണ്. കണ്ടില്ല, എൻ്റെ കണ്ടില്ല MediaTek MT6833 പറഞ്ഞൊരു ചിപ്സെറ്റൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ SoC പറഞ്ഞ സ്ഥലത്ത് കുറച്ച് താഴത്തേക്ക് പോകുമ്പോൾ CPU 1.7 എന്നൊക്കെ ഉള്ള അവിടെ താഴെ ഉണ്ടാവുന്നത് അവിടെ കണ്ടോ GPU റെൻഡർ പറഞ്ഞ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ല MediaTek ഡിവൈസ് ആയതുകൊണ്ട് മാലിയൊക്കെ ഉണ്ടാവും, കണ്ട മാലി എന്നാണ്. മറ്റേ അപ്പുറത്തേക്കുള്ള ലെറ്റേഴ്സ് ഒന്നും നിങ്ങൾ നോക്കണം, മാലി എന്ന് മാത്രം കാണിക്കുന്നത്, അത് മാത്രം നോക്കുക. മാലിയാണോ പവർ വിയർ ആണോ
അഡ്രൈനോ ആണോ നോക്കുക. ഇതിപ്പം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ അഡ്രൈനോ ആയിരിക്കും. കാരണം സ്നാപ്ഡ്രാഗൺ കമ്പനി മാത്രമേ അഡ്രൈനോ അവരുടെ GPU കൊടുക്കുന്നുള്ളൂ. അതാണുള്ള ഏറ്റവും വലിയ മോസ്റ്റ് പവർഫുൾ GPU. തൊട്ട് താഴെയാണ് മാലി, അതിനും താഴെയാണ് പവർ വിആർ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗ്രാഫിക്സ് പ്രോസസ്സ് ചെയ്യുക. അവിടെ നമുക്ക് ഗെയിംസൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ഗ്രാഫിക്സ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ലാഗ് അടിക്കുന്നതുകൊണ്ടാണ്, അതായത് GPUവിൻ്റെ പവർ പറഞ്ഞാൽ. ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ മാലിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കാം. മാലിയാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് ഈ റീനെയിം വേണ്ടി ഭാഗത്ത് ETC എന്ന് സ്മോൾ ലെറ്റർ ETC എന്ന് അടിക്കണം. ഇപ്പോൾ നിങ്ങളുടെ പവർ വിആർ ആണെങ്കിൽ PVR എന്ന് അടിക്കണം. ഇപ്പോൾ നിങ്ങളുടെ അഡ്രൈനോ ആണെങ്കിൽ DXT എന്ന് അടിക്കണം. ഓക്കെ, ഇപ്പം എൻ്റെ മാലിയാവണി ഞാൻ ETC എന്ന് കൊടുക്കുകയാണ്. ETC. അങ്ങനെ നിങ്ങൾ ഈ GTA 3ൻ്റെ ഫോൾഡറും GTA INT ഞാൻ കാണിച്ച 3 ഫോൾഡേഴ്സും അങ്ങ് റീനെയിം ചെയ്യുക. അത് നിങ്ങൾ എല്ലാത്തിലും കയറി നോക്കുക. ഇതിൽ എവിടെയൊക്കെയാണ് റീനെയിം ചെയ്യുക അവിടെയൊക്കെ നിങ്ങളുടെ ഈ GPU റെൻഡറിൻ്റെ അത് വെച്ചിട്ട് റീനെയിം ചെയ്തിടുക. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം എന്താ ഈ ഒരു 3 സാധനങ്ങളും റീനെയിം ആക്കി ഞാൻ 3 ആക്കിയിട്ടോ ഗൈസ്. അപ്പം എൻ്റെ അവിടെ GTA INT ഇതിലും ഞാൻ GTA 3ലും TXTയിലും ഒക്കെ ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട് എൻ്റെ GPU റെൻഡറിനനുസരിച്ച്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക, വീണ്ടും ബാക്ക് വരിക. എന്നിട്ട് ഈ com.rockstargames.gts പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, ആ ഫുൾ ഫയല് അത് നെക്കി പിടിച്ചിട്ട് കട്ടോ കോപ്പി ചെയ്യാൻ ഞാൻ ഇവിടെ കോപ്പി ചെയ്യാണ്. കോപ്പി ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഡാറ്റ ആ ഒരു എഴുത്തിനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും റൂട്ട് ഡിവൈസ് സ്റ്റോറേജ് ഡൗൺലോഡ് പറഞ്ഞിട്ട്. അതിൽ ഡിവൈസ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടാവും അലാറംസ് ആൻഡ്രോയിഡ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആൻഡ്രോയിഡ് ഈ GTAൻ്റെ AML APK യൂസ് ചെയ്യുന്നത് ഒറിജിനൽ ആൻഡ്രോയിഡ് അല്ല, പുറത്തുള്ള അതിൻ്റെ ആൻഡ്രോയിഡ് അൺപ്രൊട്ടക്റ്റഡ് വേറെ ഫോൾഡറാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടാവും ഡാറ്റ OBB എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡാറ്റ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഓൾറെഡി ഇങ്ങനത്തെ ഫോൾഡർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ അടിയിൽ പേസ്റ്റിൻ്റെ ബട്ടൺ ഉണ്ടാവും, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ആൻഡ്രോയിഡ് അൺപ്രൊട്ടക്റ്റഡിൽ ഡാറ്റയിൽ വന്ന ശേഷം ഇവിടുന്ന് വേണം പേസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ ചോദിക്കും ഓവർറൈറ്റ് ഫയൽ മോഡൽ ഓർഡർ core.ini പറഞ്ഞ സാധനം ഓവർറൈറ്റ് ചെയ്യണം ചോദിക്കും. അപ്പോൾ ഇവിടെ അപ്ലൈ ടു ഓൾ ഫയൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീപ്ലേസ് അടിക്കുക. ഇത് ഫുൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മോഡ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ കാര്യം ഇതിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുന്ന ഒരു മീഡിയം ലെവൽ ഗ്രാഫിക്സ് ആണ്. നിങ്ങൾക്ക് കൂട്ടാനുള്ള വിദ്യയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അതായത് ഒപ്റ്റിമൈസ് ചെയ്യാൻ ലോ എൻഡ് ഡിവൈസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാനും ഹൈ എൻഡ് ഡിവൈസിന് വേണ്ടിയിട്ട് ബെറ്റർ സ്മൂത്ത് ആക്കാനും ഒക്കെ നമ്മളപ്പോൾ ഇനി നേരെ ഗെയിം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സുഖമാണ് ഗൈസ്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാ GTA ഡയറക്റ്റ് കയറില്ല. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി 2 ബസ്സിൽ പോലെ സാധനം വന്നിട്ട് പിന്നെ ലോഡാവില്ലേക്കും ഗൈസ്. പിന്നെ ലോഡായി വന്ന് ഇപ്പോൾ ഈ കേസിൽ ഓൾറെഡി കുറച്ച് കാറുകളുടെയൊക്കെ മോഡ് ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് കുറേ കാറുകളുടെയൊക്കെ മോഡ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഓഫ്ലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സാധാരണ തന്നെ. ഇപ്പോൾ കണ്ടു ഇത് എവിടെ ഞാൻ ലോഡ് ആയിട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ ഗെയിം ഗ്രാഫിക്സ് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഞാൻ ഇത് കണ്ടു ഇവിടെ ഫുൾ മീഡിയ ഇട്ടേക്കുന്നത് റെസൊല്യൂഷൻ കണ്ട് 70-60 ഒക്കെ ഇട്ടേക്കുന്നത്. പക്ഷേ അത് ഇവിടുത്തെ ഈ ഒരു ഗ്രാഫിക്സ് മോഡ് പ്രത്യേകത പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഈ ഒരു ഗെയിമിനുള്ളിൽ കാണിക്കുന്ന ഈ ഒരു ഗ്രാഫിക്സ് സെറ്റപ്പിൽ പോയിട്ടൊരു കാര്യമില്ല. നമ്മൾ കാര്യം ചെയ്തിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ടാവും, എന്തായാലും വലിയ കാര്യമില്ല. ഇത് ശരിക്കുള്ള ഗ്രാഫിക്സ് ചെയ്യേണ്ടത് ഞാൻ തന്നേക്കുന്ന ആ ഒരു ഡാറ്റയുടെ ഫയലിനുള്ളിലാണ്. അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചത് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതെന്ന്. അടുത്ത വീഡിയോ നാളെ മറ്റന്നാളായിട്ട് അപ്പത്തിന് ഇറങ്ങുന്നതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് റെസ്യൂം എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ ഗൈസ് സോങ്ങൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് കളിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം റാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കളിക്കാൻ നോക്കുക കേട്ടോ ഗൈസ്. പറ്റാതെ റാമൊക്കെ ഒന്ന് മാറ്റി ബൂസ്റ്റപ്പ് ആക്കിയിട്ട് കളിക്കാൻ ശ്രമിക്കണം ഗൈസ്. ഇടയ്ക്ക് വെച്ച് റെക്കോർഡൊന്ന് ക്രാഷ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊന്നും റെക്കോർഡായിട്ടില്ല. ഞാൻ ഒന്നും കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ടെലിപ്പോർട്ടായിട്ട് വേറെ സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതാ ചെയ്യേണ്ടതെന്ന്. ഞാൻ ടെലിപ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്ലിയർ മോഡ്സ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്ക് ബഗ് ആവും. ഇടയ്ക്കിടയ്ക്ക് കയറുമ്പോൾ ചെറിയ ബഗ് വരും. അതായത് റാം വേണ്ടത്ര ഇല്ലെങ്കിൽ അപ്പോൾ ക്രാഷ് ആവും. അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. ഒരു വട്ടം മര്യാദയ്ക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ കറക്റ്റായിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്യട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. അതാ പറ്റി കുറച്ച് റെക്കോർഡർ ക്രാഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. കുറച്ച് മുമ്പ് മറ്റേ നമ്മളാ നിന്ന് സ്ഥലത്ത് സീജൻ്റെ അടുത്ത് ടെലിപ്പോർട്ട് ആയിരുന്നു ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ സീജിൻ്റെ വീട്. ലോഡാവട്ടെ, ടെക്സ്ചർ ലോഡായിക്കോട്ടെ. ടെക്സ്ചർ ലോഡായി. ഇത് ഗൈസ് നമ്മുടെ സീജിനെ ഗ്രൂ സ്ട്രീറ്റ് ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് സാധാരണ ഒരിക്കൽ മിഷനൊക്കെ ചെയ്ത് അങ്ങനെ കളിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ന്യൂ ഗെയിം അടിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് ഞാൻ ടെലിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാൻ മര്യാദയ്ക്ക്. നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് ഇങ്ങനെ മാപ്പിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബാക്ക് അടിക്കുക,
മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ തപ്പി നോക്കുക. ഇവിടെ ഈ മോഡ് മെനു മുകളിൽ സ്വൈപ്പ് ചെയ്ത് മുകളിൽ സ്വൈപ്പ് ചെയ്യാൻ കാണിച്ചില്ല. സ്ക്രീനിൻ്റെ മുകളിൽ നിന്ന് ഒരൊറ്റ സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്ലിയോ മെനു പറഞ്ഞിട്ട് ഓപ്പൺ ആവും. അത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗൈസ്. സേവ് എനിവർ ഇപ്പോൾ സേവ് എനിവർ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വെറുതെ മറ്റേ സ്ലോട്ടിലൊന്നും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിൽക്കുന്നിടത്ത് അപ്പം സേവ് ചെയ്യാൻ പറ്റും. സെറ്റ് ടൈം, സെറ്റ് വെതർ അങ്ങനെയൊക്കെ ഉണ്ട്. ടെലപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ മാർക്ക് സ്ഥലത്ത് ഞാൻ ഇവിടെ എത്തി. കണ്ട ഞാൻ തിരിച്ച് ഗ്രൂ സ്ട്രീറ്റ് അവിടെ എത്താൻ നോക്കണമെങ്കിൽ എനിക്ക് ഒന്നുകൂടെ സീജൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ അവിടെ മാർക്ക് ചെയ്യാം. അതൊക്കെ ഗൈസ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്തിട്ട് ടെലപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് അറിയാണ്ട് പുതിയ സീജൻ ഉണ്ടാക്കി പോയി. ടെലപ്പോർട്ട് അടിച്ചാൽ എനിക്ക് അവിടെ സീജൻ അവിടെ തന്നെ എത്തുകയും ചെയ്യും. നിങ്ങൾക്ക് അൺലിമിറ്റഡ് മണി വേണമെങ്കിൽ ഞാൻ അടുത്തൊരു ചെറിയ ക്ലിയോൻ്റെ മോഡ് ഇട്ട് തരുന്നുണ്ട് അടുത്തതിൽ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇതിൽ പിന്നെ എക്സ്ട്രാ കുറേ കാർസിൻ്റെ കുറച്ച് കാറുകളുടെയൊക്കെ മോഡുണ്ട് കേട്ടോ ഗൈസ്. എക്സ്ട്രാ അതായത് കാണിച്ചു ഞാൻ കാർ സ്പോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഒരു പോർഷേൻ്റെ കാറുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് വെച്ചാൽ നമുക്ക് അതിൻ്റെ കളർ മാറ്റാൻ പറ്റുന്നുണ്ടോ ഗൈസ്. ഇത് ഈ കാറിന് കറക്റ്റ് ഈ പേരറിയുന്നില്ല ഒന്നിൻ്റെയും. ഇതാണ് പിന്നെ ഗൈസ് ഇപ്പോൾ ചെയ്ത ബുഗാട്ടി മറ്റേ വോൾഡ് വേറെ സാധനം അറിയുന്നില്ലേ. ഇപ്പോൾ ബുഗാട്ടിൻ്റെ ഏറ്റവും അടിപൊളി സാധനം അതിൻ്റെ കളർ മാറ്റിയിട്ട് കാണിച്ചാൽ ഗൈസ് അടിപൊളി സാധനമാണ് ഗൈസ്. ഈ ഗ്രാഫിക്സ് മോഡിൻ്റെ കൂടെ ഈ കാറിൻ്റെ ഈ ഒരു ഫയലും വേണം. എൻ്റെ പൊന്നു മോനെ സെറ്റ് സാധനമായിരിക്കും. കാണിച്ചതാ എന്താ ആ കാർ നിങ്ങൾ നോക്ക് ഗൈസ്. ഇത് GTA 5 ആണോ വേറെ എന്തെങ്കിലാണോ കേട്ട് കാണിച്ചത് ഗൈസ്. ഇതൊരു സ്നാപ്ഡ്രാഗൺ ബേസ് ഒക്കെ പ്രൊസറാണെങ്കിൽ സൗണ്ട് കേട്ടോ. ഗൈസ് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ കാര്യം പറഞ്ഞേക്ക് ഇപ്പോഴും ഗൈസ് ഇതിൻ്റെ ഏറ്റവും മീഡിയം ഗ്രാഫിക്സ് ഉണ്ട് ഗൈസ് ഇട്ടേക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് നമ്മുടെ ഇടയ്ക്കുള്ള സൗണ്ടൊക്കെ കേട്ടോ ഇങ്ങോട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ സൗണ്ടും കുറയ്ക്കട്ടെ ഗെയിമിൻ്റെ. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഡിവൈസ് നിങ്ങളുടെ ഇപ്പോൾ അടിപൊളി ഡിവൈസാണ്, നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ ഗ്രാഫിക്സ് കൂട്ടിയിട്ട് ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്യാം. സ്നാപ്ഡ്രാഗൺ ഡിവൈസ് വേണമെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഈ അഡ്രൈനോ പറഞ്ഞ ജി പി ഉള്ളതുകൊണ്ട് DXT ഒക്കെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി നിങ്ങൾക്ക്. അതുകൊണ്ട് കുറച്ച് സീനൊന്നുമില്ല ഗൈസ്. പവർ കണ്ട ഗൈസ്. ഇതാണ് പിന്നെ പ്രത്യേകത കണ്ട അടിയിൽ നമുക്ക് മറ്റേ ഈ സ്പീഡോമീറ്റർ അടിയിലാണ് കേട്ടുള്ളത് ഗൈസ്. കണ്ട 50, 60, 70 അങ്ങനെ കയറുന്നത് അടിയിൽ നിന്ന് കാണിക്കുന്നുണ്ട. ഇതിന് മാക്സിമം 120 ഒന്നുമില്ല, അതവിടെ വെച്ചേക്കുന്നതാണ്. കണ്ട 90 പെട്ടെന്ന് ഹിറ്റാവും. ഇതാണ് ഗൈസ് ഒരു കാർ മോഡ്. എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് മോഡിൻ്റെ എത്ര നിങ്ങൾ 10/10 എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പറയട്ടോ, 10 എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പറയട്ടോ ഗൈസ്. പിന്നെ ആയിട്ടുള്ള മറ്റേ എനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് ഗൈസ്, ആ പ്രശ്നം. പിന്നെ അന്നിട്ടുണ്ടായിരുന്ന മറ്റേ ഒരു എല്ലാ ഡിവൈസിനും പറ്റിയ ഗ്രാഫിക്സ് മോഡിന് ആ മോഡിൻ്റെ ഫയലും ഈ ഒരു മോഡിൻ്റെ ഡൗൺലോഡിങ് ഫയലും ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിച്ചാൽ ഞാൻ പറ്റാത്ത റിപ്ലൈ ആകാൻ നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1K ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. പിന്നെ ഈ ഗ്രാഫിക്സ് മോഡിന് നിങ്ങൾ 10 എത്ര റേറ്റിംഗ് വരുന്നു പറയണം കേട്ടോ ഗൈസ്. പിന്നെ ഇതിന് മുമ്പിട്ട ഗ്രാഫിക്സ് മോഡ്, അതായത് എല്ലാ ഡിവൈസിനും പറ്റിയ ഗ്രാഫിക്സ് മോഡിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കുന്നുണ്ട്, കൂടെ ഇതിൻ്റെയും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ.